ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചപ്പാത്തി എങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത്ര ഗോതമ്പ് പൊടി നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലാണ് ഞാൻ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത്. പല ആൾക്കാരും ചൂടുവെള്ളവും അല്ലെങ്കിൽ നല്ലോണം വെട്ടിത്തെളിച്ച വെള്ളമൊക്കെ വേണമെന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒരാവശ്യമില്ല. ഇത് പച്ചവെള്ളം നോർമലായിട്ടുള്ള നമ്മുടെ നോർമൽ വാട്ടറാണ് ഇതിലെടുത്തിട്ടുള്ളത്. അത് ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ചപ്പാത്തി മാവ് കുഴച്ചിട്ട് അരമണിക്കൂർ വെക്കണം, എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ നമുക്ക് ബോൾസുകളാക്കി എടുത്ത് പരത്തി ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അരമണിക്കൂർ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നമ്മളത് കുഴച്ച് കഴിയുമ്പോൾ തന്നെ തൊട്ട് നോക്കി നമുക്ക് അറിയും. നല്ല പിന്നെ സ്പോഞ്ച് പോലെ ഉണ്ടാവും. പച്ചവെള്ളത്തിലല്ലേ കുഴക്കണം, അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്കിത് ബോൾസുകളാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ബോൾസുകളാക്കി എടുത്തതാണ്. ഞാനിപ്പോൾ വളരെ കുറച്ചെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും മാവെടുത്ത് നിങ്ങൾ കുഴയ്ക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പരത്തി എടുക്കാം. നമുക്ക് എത്ര വട്ടത്തിൽ വേണമെങ്കിലും പരത്താൻ സാധിക്കും കേട്ടോ, പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്നുണ്ട്. ഞാൻ മുൻപൊക്കെ ചൂടുവെള്ളത്തിലാണ് കുഴച്ചിരുന്നത്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പച്ചവെള്ളത്തിൽ കുഴയ്ക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ വരുന്നത്. ഇനി ഇതിപ്പോൾ കല്ല് ചൂടായിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണ്. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് വേവിക്കുക. എല്ലാ ചപ്പാത്തിയും ഒരേപോലെ നന്നായിട്ട് പൊള്ളി വരികയും ചെയ്യും. അത് നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ ഒരു രീതിയിൽ കൂടെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കുക. വളരെ സോഫ്റ്റ് ആയിരിക്കും. പല ആൾക്കാരും ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ അത് ഇങ്ങനെ ടയർ പോലെ ഉണ്ട്, ആറുന്ന സമയത്ത് വിറക് പോലെ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇങ്ങനെ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന സമയത്ത് ഉണ്ടാവാറില്ല. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്യുക. പിന്നെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.